നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ഈ 14 ജില്ലകളുടെ 30 ദിവസം നമ്മൾ നടത്തുന്ന യാത്രയുടെ ആദ്യ ദിവസമാണിന്ന്. ഒരുപാട് പ്രായോജകരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒത്തിരി സഹായങ്ങളും ഒക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സഹായിക്കാമെന്ന് എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും VPS ലേക്ക് ഷോർ, അതുപോലെ ലുലു ഗ്രൂപ്പ് ഇന്ത്യ, ഉജാല യങ് ആൻഡ് ഫ്രഷ്, അതുപോലെ മൈജി ഫ്യൂച്ചർ, ലക്ഷ്യ ആൻഡ് സൈലം. അങ്ങനെ ഇത് കൂടാതെ കുറച്ചധികം പേരും നമ്മളെ സഹായിക്കുന്നു. സാധാരണ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രി കണ്ട് ഇന്നിപ്പോൾ നമ്മോടൊക്കെ തിരുവനന്തപുരത്തൂടെ ഇങ്ങനെ ഈ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി ചേരുന്നു. അങ്ങേക്ക് യാത്രയൊക്കെ നടത്തി നല്ല പരിചയം. നമുക്കിത് ആദ്യ സംഭവം. എന്നാലും നിങ്ങളിങ്ങനെ ഒരു യാത്ര 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതൊരു വലിയ മൂവ്മെൻ്റാണ് ഒരു മാധ്യമ സ്ഥാപനം ചെയ്യുന്നത്. താങ്കളെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. വാർത്തകളൊക്കെ അങ്ങേക്കും കിട്ടുന്നുണ്ടാകും. അതിലെ 10 വയസ്സുകാരൻ 12 ബ്രദറിന് സിസ്റ്ററിന് ഇത് MDMA കൊടുക്കുന്നു. അതുപോലെ ഇന്നിപ്പോൾ രാവിലെ വന്നൊരു വാർത്ത ഹാഷ്മി വായിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അതായത് മയക്കുമരുന്നിന്റെ ലഹരി ഒരു മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി. അപ്പോൾ നമുക്കതൊന്നും നമുക്ക് വാർത്ത പറയാൻ പറ്റുന്നില്ല. ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ഇതേ കാര്യം പറഞ്ഞു. നിയമസഭയിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അറിയാം, പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ നിയമസഭയിൽ പറയും? ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്കറിയാം. അത്രമാത്രമാണ് വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 2022 ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന് പൂർണ്ണമായ പിന്തുണ സർക്കാരിന് വാഗ്ദാനം ചെയ്തു. ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങളൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും കാര്യമായ മാറ്റം ഇല്ല എന്ന് മാത്രമല്ല, ഇതിന്റെ നെറ്റ്വർക്ക് വർദ്ധിക്കുകയാണ്. 2025 കഴിഞ്ഞ മാസം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ രൂക്ഷമായി സർക്കാരിനെ ഞങ്ങൾ വിമർശിച്ചു. എനിക്ക് തോന്നുന്നു അതോടൊപ്പം മാധ്യമങ്ങൾ കൂടി അതിന് ചേർന്നു. ഇപ്പോൾ സർക്കാർ കുറച്ച് ആക്ട് ചെയ്ത് തുടങ്ങി. അല്ല, ആക്റ്റീവ് ആകെ അപ്പൊ ഇത്രയും ദിവസം ഉണ്ടായില്ല ഇത്. ഇന്നലെ നമ്മൾ അങ്ങയുടെ കാര്യവും പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയോട് സംസാരിക്കും, ഒരു ലൈവായിട്ട് 1 മണിക്കൂറോളം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. കാരണം അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ 70 കൊലപാതകങ്ങൾ, അതിൽ 30 എണ്ണം മയക്കുമരുന്നിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല, ഞാൻ ഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇറങ്ങാനുള്ള ഒരു കാരണം തന്നെ ഇതൊരു മാനസിക രോഗം പോലെയാണല്ലോ. ഈ കുട്ടികൾക്ക് ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഇവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവത്തില്ല. മുമ്പിൽ നിൽക്കുന്ന അമ്മയാണോ പെങ്ങളാണോ എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അത്രയും ഗുരുതരമാണ്. അപ്പം കുട്ടികളെ ഇതിലേക്ക് വിടാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതൊക്കെ സഭയിൽ പറഞ്ഞതാണ്, കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ഏത് വിദൂര ഗ്രാമത്തിലും ഏത് സബ്സ്റ്റൻസ് ഈ സാധനം കിട്ടണമെങ്കിൽ 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ കിട്ടും. അത്ര അവൈലബിലിറ്റിയാണ്. അതായത് ഇതിന്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ്. കേരളത്തിലേക്ക് വരുന്നത് വലിയ ക്വാണ്ടിറ്റിയാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ വേണമെങ്കിലും ഇത് കിട്ടും. ഈ വർഷം 500 പേരാണ് ആ നെറ്റ്വർക്കിലുള്ളെങ്കിൽ അടുത്ത വർഷമാകുമ്പോൾ അത് 5000 പേരാവുകയാണ്. ഒറ്റ ഗ്യാങ്ങിന്റെയാണ് ഞാൻ പറയണത്. അത് സ്കൂളുകളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവർ വർക്ക് ചെയ്യുന്നത്. കുട്ടികൾക്കാകുമ്പോൾ ഇത് ഉപയോഗിച്ച് ശീലിച്ചാൽ പിന്നെ അഡിക്ഷൻ ആവും. പിന്നെ ഉപയോഗിക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അവരെ കാരിയറാക്കി മാറ്റുകയാണ്. അപ്പോൾ പറഞ്ഞ് ഇവിടുന്ന് നീ ഒന്ന് കൊണ്ട് ഒരു കൊല്ലത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കൊണ്ട് ഇത് കൊടുക്കുക. അപ്പോൾ അവനതിന്റെ ഭാഗമായി അവന് പൈസ കിട്ടി, അവനും ഇത് കിട്ടി, അവൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിച്ച് കൂട്ടുകാരെ പ്രേരിപ്പിച്ച് ചെയ്യുക. അപ്പോൾ ഇവർ ചെയ്യുന്ന ക്രൂരത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലാണ് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോളേജ് ഹോസ്റ്റലുകളിൽ, ക്യാമ്പസുകളിൽ, കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും. അത് കേരളം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിച്ചാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ്. ഒരിക്കൽ കഴിച്ചാൽ കഴിഞ്ഞു.